Welcome everybody. SML CE 405 Environmental Engineering 1 എന്ന നമ്മുടെ സബ്ജക്റ്റാണ് ഇതവിടെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തിനാണ് നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? നമുക്കത് അറിയണ്ടേ എന്തിനു വേണ്ടിയിട്ടാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് എന്നുള്ളത്. നമുക്ക് സാധാരണയായിട്ട് പിന്നെ പല കാര്യങ്ങളും, അതായത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ അനാലിസിസ്, സ്ട്രക്ചറൽ ഡിസൈന്, അതേപോലെ അതിന്റെ സോയിലിന്റെ പ്രോപ്പർട്ടീസ് അറിയാനുള്ള കുറെ സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇതുവരെയുള്ള 6 വരെയുള്ള സെമസ്റ്ററുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി 7th സെമസ്റ്ററിലാണ് നമ്മൾ എൻവയോൺമെന്റൽ ആസ്പെക്ട് ഉള്ള 2 സബ്ജക്ട് നമ്മൾ പഠിക്കുന്നത്. അത് SML എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 1 ഉണ്ട്, S2 അതായത് S8 നമുക്ക് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 2 ഉണ്ട്. അപ്പൊ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 1-നകത്ത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് മാത്രമാണ് പറയുന്നത്. അതായത് നമുക്കൊരു വാട്ടർ സപ്ലൈ സ്കീം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ഈ 6 മൊഡ്യൂളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ S8 പഠിക്കാൻ പോകുന്നത്. അപ്പം എന്തിനാണ് നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പം വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഗവൺമെന്റ് സെക്ടേഴ്സിൽ, അതായത് പിന്നെ വാട്ടർ അതോറിറ്റീസ്, അതേപോലെ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി കഴിഞ്ഞിട്ടാകുമ്പോൾ അതേപോലെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുക. ഇനി നമ്മൾ ഇൻഡസ്ട്രീസിൽ പോയി കഴിഞ്ഞാല്, അതായത് വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവിടെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ കാണും. അവിടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സോളിഡ് വേസ്റ്റിന്റെ ഡിസ്പോസല്, എയർ പൊല്യൂഷൻ മോണിറ്ററിങ്, ഇതേപോലെ കുറേ സെക്ഷനിൽ നമുക്ക് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടാവും. അപ്പം പുറമേയുള്ള കൺട്രീസിൽ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ നമുക്ക് പൊല്യൂഷൻ കൺട്രോളിന്റെ ഒരു സെക്ഷൻ നമുക്ക് ഏത് ഇൻഡസ്ട്രീസിലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 1 പഠിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഇതിന്റെ സിലബസ് എന്താണെന്ന് അറിയണം, കോഴ്സ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്കറിയണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പൊ എന്താണ് ഇതിന്റെ കോഴ്സ് ഒബ്ജക്റ്റീവ്? അപ്പം ആദ്യത്തെ കോഴ്സ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റഡി ദ സിഗ്നിഫിക്കൻസ് ഓഫ് വാട്ടർ റിസോഴ്സസ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്ടിങ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അതായത് നമുക്ക് എന്തൊക്കെ വാട്ടർ റിസോഴ്സസ് അവൈലബിൾ ആണ്, അതിനെ എന്തൊക്കെ കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ട്, വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ടു സ്റ്റഡി ദ വേരിയസ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ടെക്നിക്സ് അഡോപ്റ്റഡ് ഫോർ എ പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം. നമ്മൾ ഈ 6 മൊഡ്യൂളും പഠിച്ചു കഴിയുമ്പം നമുക്ക് ക്വാളിറ്റി ഓഫ് വാട്ടർ എങ്ങനെ ചെക്ക് ചെയ്യും എന്നറിയണം, എങ്ങനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യും, വെള്ളത്തിനെ എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യും എന്നറിയണം. അതേപോലെ നമുക്ക് വെള്ളത്തിന്, അതായത് ഇംപ്യൂർ ആയിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, സബ് സർഫസ് ഓർ സർഫസ് വാട്ടർ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ എങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ പർപ്പസിലേക്ക് അതിനെ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് അറിയണം. ഇതാണ് നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള 2 ഒബ്ജക്റ്റീവ്. ഇനി നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, കുട്ടികൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാവുമ്പോൾ എന്താണ് ഔട്ട്കംസ്, അത് നമുക്ക് നോക്കാം. ദ സ്റ്റുഡൻസ് വിൽ ബിക്കം അവെയർ ഓഫ് വേരിയസ് പൊല്യൂട്ടൻസ് എഫക്ടിങ് വാട്ടർ ക്വാളിറ്റി. അതായത് എന്തൊക്കെ കാരണങ്ങൾ, നമ്മൾ സാധാരണയായിട്ട് വിസിബിൾ ആയിട്ടുള്ള പൊല്യൂഷൻ ആണ് സാധാരണ വാട്ടർ പൊല്യൂഷൻ ആയിട്ട് നമുക്ക് തോന്നുക. അതല്ലാണ്ടുള്ള എന്തൊക്കെ പൊല്യൂട്ടൻസ് ഉണ്ട്, അത് എന്തൊക്കെ എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. രണ്ടാമത്തെ ഔട്ട്കം എന്താന്ന് വെച്ചാൽ ടു നോ അബൌട്ട് ദ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്സ് അവൈലബിൾ ഇൻ എ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ദർ ഡിസൈൻ, പ്രൊസീജിയേഴ്സ്. അപ്പം നമ്മൾ സാധാരണ ഇപ്പം ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലാണെങ്കിൽ, നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയിലാണെങ്കിൽ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടാവുമ്പം നമുക്ക് കുറെ സാധനങ്ങൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അതിന്റെ ഡിസൈൻ അടക്കം കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇതാണ് ഈ സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന
ഔട്ട്കം ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ 6 മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ 2 ഔട്ട്കം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞോ എന്നുള്ളത് നിങ്ങൾ തന്നെ സെൽഫായിട്ട് ചെക്ക് ചെയ്യണം. അടുത്തത് നമ്മളെ സിലബസ് ആണ്. സിലബസ് കാണുമ്പോൾ നമ്മൾ ചെറിയ സിലബസ് ആണ്, പക്ഷെ അതിന് ഉള്ളിൽ നമുക്ക് ഡിസൈനും പ്രോബ്ലംസും ഒക്കെ വരുന്നുണ്ട്. മെജോറിറ്റി തിയറി പോർഷൻ ആണ്, വളരെ കുറച്ച് നമുക്ക് അതിന്റെ പ്രോബ്ലം പോർഷൻ വരുന്നുണ്ട്. അപ്പൊ ഡിസൈൻ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. അപ്പൊ ആദ്യത്തെ മൊഡ്യൂളില് നമ്മൾ ഇതിന്റെ സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ, വാട്ടർ ഡിമാൻഡ്, നമ്മൾ എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യുന്നു, വെള്ളം എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യുന്നു, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഉള്ളത്. അതായത് പോപ്പുലേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വെള്ളം നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിട്ട് എടുക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂളില് ഇത് എങ്ങനെ, അതായത് വാട്ടർ റിസോഴ്സിൽ നിന്നും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വെള്ളത്തിനെ എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. അതായത് ടൈപ്സ് ഓഫ് ഇൻടേക്സ്, കൺവേയേഴ്സ്, പമ്പ്സ്, പിന്നെ പമ്പിംഗ് സ്റ്റേഷൻസ്. അത് കഴിഞ്ഞിട്ടാണ് ക്വാളിറ്റി ഓഫ് വാട്ടർ. ക്വാളിറ്റി ഓഫ് വാട്ടർ അതിന്റെ 3 ക്വാളിറ്റിയും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്: ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്വാളിറ്റി. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഇനീഷ്യൽ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്താണ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്താണ്, ഫിൽട്രേഷൻ ഫോർത്ത് മൊഡ്യൂൾ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഫിൽട്രേഷൻ വന്നു. അതിന്റെ ഫിഫ്ത്ത് ആവുമ്പോൾ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ്, അതായത് ഡിസ്ഇൻഫെക്ഷൻ, ഫർദർ ട്രീറ്റ്മെന്റ്സ്, എക്സ്ട്രാ ട്രീറ്റ്മെന്റ്സ്. ചിലപ്പോൾ ചില വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസ് നമ്മൾ നോർമൽ രീതിയിലുള്ള പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ പോവില്ല. അപ്പൊ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മോർ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് അതിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് അതിന് കൊടുക്കണം. അതാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി സിക്സ്ത് മൊഡ്യൂളിലേക്ക് വരുമ്പം ഈ ട്രീറ്റ് ചെയ്ത വാട്ടർ നമ്മൾ എങ്ങനെ വാട്ടർ സപ്ലൈ സ്കീംസ് വെച്ചിട്ട് ആളുകളിലേക്ക് അല്ലെങ്കിൽ പോപ്പുലേഷൻ എത്രയുണ്ടോ, എന്തൊക്കെ സാധനങ്ങൾ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടോ അവിടത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിന്റെ ഡിസൈൻ ആണ് നമ്മൾ സിക്സ്ത് മൊഡ്യൂൾ പഠിക്കുന്നത്. അപ്പം വാട്ടറിന്റെ നമ്മൾ വെള്ളം എടുക്കുന്നത് തൊട്ട് ക്വാണ്ടിഫിക്കേഷൻ തൊട്ട് അതിന്റെ സപ്ലൈ വരെയുള്ള കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 1 സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു വാട്ടർ സപ്ലൈ സ്കീമില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഉള്ള കോമ്പണൻസ്? അതിൽ ഫസ്റ്റ് വൺ സോഴ്സ് ഓഫ് വാട്ടർ ആണ്. നമുക്ക് വാട്ടർ സോഴ്സ് ഇല്ലാണ്ട് വെള്ളം വേറെ എവിടുന്നും കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ആദ്യം സോഴ്സ് ഓഫ് വാട്ടർ. ഈ സോഴ്സ് ഓഫ് വാട്ടറിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നു, അതായത് വെള്ളം നമ്മൾ എങ്ങനെ എടുക്കുന്നു, ആ എടുത്ത വെള്ളം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അതിന് എന്ത് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നു. നാലാമത്തത് അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഡിഫറെന്റ് സിസ്റ്റംസ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കും. അപ്പൊ ഈ 4 സ്റ്റേജസ് ആണ് ഒരു വാട്ടർ സപ്ലൈ സ്കീമിനകത്ത് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ വാട്ടർ സപ്ലൈ വരുന്നത് എങ്ങനെയാണ് വെള്ളം നമുക്ക് കിട്ടുക? സാധാരണ ഭൂമിക്ക് മേലെയുള്ള വെള്ളത്തിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെ? സർഫസ് വാട്ടറും സബ് സർഫസ് വാട്ടറും. സർഫസ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് എങ്ങനെയുള്ളതായിരിക്കും, മേലെ സർഫസിൽ കിട്ടുന്ന വെള്ളമായിരിക്കും. അത് പോൺസ് ആൻഡ് ലേക്സ് എന്ന് കിട്ടും, സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്, സ്റ്റോറേജ് റിസർവോയേഴ്സ് ആൻഡ് ഓഷ്യൻസ്. നോർമലി ഓഷ്യൻസിന്റെ അകത്തുനിന്ന് നമ്മൾ എന്തിനു വേണ്ടിയിട്ട്, ഡ്രിങ്കിങ് വാട്ടർ പർപ്പസിന് വേണ്ടിയിട്ട് നോർമലി അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോസസ് ഒക്കെ കുറച്ച് ചെലവ് കൂടുതലായതുകൊണ്ട് ഓഷ്യൻസ് നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നില്ല. ബാക്കി 3 സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സർഫസ് സോഴ്സസിൽ നിന്ന് വാട്ടർ, അതായത് പോൺസ് ആൻഡ് ലേക്സ്, സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്, സ്റ്റോറേജ് റിസർവോയേഴ്സ്. അതേപോലെ പിന്നെ വരുന്നത് സബ് സർഫസ് സോഴ്സസ് ഓർ അണ്ടർഗ്രൗണ്ട് സോഴ്സസ്. അതാണ് സ്പ്രിങ്സ്, ഇൻഫിൽട്രേഷൻ വെൽസ്, വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്. അതായത് നമ്മൾ സാധാരണ വരുന്ന സ്പ്രിങ്സ്, അതായത് ആ നീരുറവകൾ ഉണ്ടാവുമല്ലോ,
അതായത് ഉള്ളിക്കൂടെയുള്ള നീരുറവകള്, അതേപോലെ ഇൻഫിൽട്രേഷൻ വെൽസ്. ഇൻഫിൽട്രേഷൻ വെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുഴയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ അതിനടുത്തുള്ള ഒരു സ്ഥലത്ത് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള, നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് എന്ത് വരും? വെള്ളം വരും. അപ്പം ആ വെള്ളം നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? നമ്മളെ വാട്ടർ സപ്ലൈ സ്കീമിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ നോർമലി ഉള്ള വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്, അതെന്താണെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇനി എന്താണ് നമുക്കിതിനകത്ത് കാര്യം? ആസ് എൻ എഞ്ചിനീയർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റോൾ ഓഫ് എൻ എഞ്ചിനീയർ എന്താണ്? ഒരു വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുക. അപ്പൊ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. എന്താണ്? നമുക്ക് എത്ര വാട്ടർ അവൈലബിൾ ആണ്, അത് സർഫസ് വാട്ടർ ആവാം, സബ് സർഫസ് വാട്ടർ ആവാം. എത്ര വാട്ടർ അവൈലബിൾ ആണ് ഒരു ലൊക്കാലിറ്റിക്ക്? നമുക്കൊരു വാട്ടർ സപ്ലൈ സ്കീം നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര വാട്ടർ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് കംപ്ലീറ്റ് ക്വാണ്ടിഫിക്കേഷൻ ആരെ കയ്യിലുണ്ടായിരിക്കണം? ഒരു എഞ്ചിനീയറെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് വേണ്ടത്? നമുക്ക് വാട്ടർ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് അറിയണം. ഏത് കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഏത് ലൊക്കാലിറ്റിയിലേക്കാണോ നമ്മൾ വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്നത്, അവിടുത്തെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട്, അവിടുത്തെ കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കണം? വാട്ടർ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് തയ്യാറാക്കണം. അപ്പോൾ ഈ അവൈലബിലിറ്റി ഓഫ് വാട്ടറും വാട്ടർ ഡിമാൻഡിനും അനുസരിച്ചിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ സ്കീമാണ് ആര് ഡിസൈൻ ചെയ്യേണ്ടത്? ഒരു എഞ്ചിനീയർ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 1ന്റെ, അതായത് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം, വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്ന കംപ്ലീറ്റ് പ്രോസസ്സിന്റെ ഇൻട്രൊഡക്ഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത ക്ലാസ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നടക്കും.